ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉമ്മ. പിന്നെ ഞാനിന്ന് അമ്മേനോട് ചോദിക്കാൻ വേണ്ടി ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. എന്താണ്? നമ്മൾ ശരിക്കും പഴയ ഒരു കാലഘട്ടം നമ്മുടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പഴഞ്ചൻ കാലഘട്ടം. അന്ന് ജനം പുരോഗതി കുറച്ച് കുറവായിരുന്നല്ലോ. അന്ന് ഒരാളുടെ നാശത്തിന് വേണ്ടി മറ്റൊരാൾ പ്രയത്നിക്കുക എന്ന് പറയുന്നത് എങ്ങനെ അറിയോ? ഓരോ കൂടോത്രങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ പിന്നെ ചിലർ പ്രാർത്ഥന എന്നുള്ള പരിശുദ്ധമായ പ്രാർത്ഥന എന്താണ്? പരിപാവനമായതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. ആ പരിശുദ്ധമായതിനൊക്കെ ആയുധമായി എടുത്ത് ഇന്ന ആൾ നശിക്കണമെന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് ഉറക്കെ വിളിച്ച് പറയണൊക്കെ നമ്മൾ കേട്ടുകഴിവുകളുണ്ട്. ചിലതൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുമുണ്ട് ഇല്ലേ? അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ കാലം ഒരുപാട് മുന്നോട്ട് പോയി. അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ ജനങ്ങളുടെ ചിന്താഗതികൾ മാറി. എന്താണ് ജനങ്ങൾക്ക് കുറച്ച് വിവരം വെച്ചു തുടങ്ങി. കാരണം വിദ്യാഭ്യാസം അതിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് കേട്ടോ. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഒന്നും അല്ല എന്ന് പറയാൻ പറ്റും. അക്ഷരം വായിക്കാനുള്ള വിദ്യാഭ്യാസം മനുഷ്യനുണ്ടാവണം എന്ന് പറയണ പോലെ മനുഷ്യൻ ചിന്തിച്ചു, എന്താണ് ഗ്രന്ഥങ്ങളിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്, എന്താണ് വേദം, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നത്, ഇതൊക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം മനുഷ്യനെ ദോഷം ചെയ്യണതൊന്നും പ്രാർത്ഥനയല്ല. പ്രാർത്ഥന പരിശുദ്ധമാണെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ ദുഷ്ടത്തരങ്ങൾ കൊണ്ടുവന്നാൽ അത് അശുദ്ധിയായി മാറും. അശുദ്ധിയായതൊന്നും ഭഗവാൻ സ്വീകരിക്കാറില്ല. അല്ലേ? ശരിയാണോ? അപ്പോൾ ആ ചിന്താഗതിയിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് നമ്മൾ ചലിച്ചപ്പോൾ വീണ്ടും നമ്മൾ ആ പഴയ ചിന്താഗതിയിലേക്ക് തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നൽ. ഈ അടുത്ത കാലത്ത് നമ്മളൊരു ന്യൂസ് ചാനൽ കണ്ടാലും അതിൽ കാണിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ കുറേ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, അതുപോലെ ജനങ്ങളുടെ അന്ധവിശ്വാസത്തിൻ്റെ പിന്നമ്പുറത്തുള്ള ഈ ഓട്ടം, ഒരാൾ നശിക്കാൻ വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മുടെ പൈസകൾ ചിലവാക്കുക, ഇങ്ങനെയുള്ള ചിന്താഗതികളെ പറ്റി അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അതെ, പഴയ കാലത്തെ നല്ല ചിന്താഗതികളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. അതൊന്നും മുന്നോട്ടില്ല, അതൊക്കെ പിന്തള്ളി. എന്നിട്ട് ആ അന്ധവിശ്വാസമല്ലേ, അതിലെ ചിലതിനൊക്കെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. അത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ ആ ഒരു ചിന്താഗതി മനുഷ്യന്റെ മനസ്സിലങ്ങോട്ട് വന്നു ഇപ്പോൾ. അപ്പൊ നല്ലത് എത്രയുണ്ടല്ലോ, അതെന്തുകൊണ്ട് അവർ മറന്നു? അതുപോലെ നമ്മുടെ അനുഭവത്തിൽ ഒരാളല്ലേ ഏത് നേരം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്തറിയോ, ഏത് നേരം എന്നോട് വന്നിട്ട് അമ്മ അവിടെ ഗമ്മൊടിച്ച് ഒട്ടിച്ച പോലെ അവിടെ തന്നെ നിൽക്കണമെന്നില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ വേണ്ടി. അവര് ഏത് നേരം അമ്മയ്ക്ക് ചിന്ത എന്താ അറിയോ? ഞാനിപ്പോൾ അടുക്കളയിൽ ഒരു കശാലയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് കുറച്ച് ദിവസത്തിന് പ്രൊമോഷൻ കിട്ടിയെന്ന് നമ്മ മറന്നു അല്ലേ? അടുക്കളയിലെ ചൂടുന്ന അമ്മേനെ നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് അമ്മ, ആ കാര്യം അമ്മ മറന്നു. അപ്പൊ ഒരേ സ്ഥലത്ത് നിൽക്കണം എന്നുള്ള ഭാവമാണ്. കുറച്ച് അങ്ങോട്ടൊക്കെ നടന്നുകൊണ്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പൊ എന്തറിയോ, രണ്ടുപേരുണ്ട്, നിനക്കറിയാം അവരെ പേരൊന്നും നമ്മൾ പറയരുത്, പേര് പറയരുത്. അപ്പൊ ഞാൻ പറയും, എന്റെ തമ്മിൽ പറയും. അവര് വന്നിട്ട് പറയും, അതെ അവിടെ ഞങ്ങൾക്ക് വേണ്ടിട്ട് എന്തൊക്കെയോ ചെയ്യുന്നത്. അവരും പറയും, അതെ അവരൊന്ന് അമ്പലത്തിൽ പോയി, എന്റെ മകന് വയ്യാണ്ടായി. അപ്പൊ അവര് തമ്മിൽ എന്താ അറിയോ, മക്കള് തമ്മിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന്റെ ഒരു ചെറിയൊരു വഴക്ക്, അത് അവരുടെ മക്കള് തമ്മിൽ അതെന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അത് മക്കള് തമ്മിലല്ലേ, അവര് ഒരുമിച്ച് കളിച്ചു വളർന്നു, അതങ്ങോട്ട് വിട്ടാ മതി. പക്ഷെ ഇവരെന്താ അറിയോ, അതിനെ അങ്ങോട്ട് കൊണ്ടുപിടിച്ച് അത് വലിയ ശത്രുതയായിട്ട് വളർത്തി. അങ്ങനെ അവരിൽ അങ്ങനെ ഒരു ശത്രുത മനോഭാവം അങ്ങോട്ട് വളർന്നു വന്നു. അത് നിസ്സാരായി തള്ളിക്കളഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ സ്നേഹത്തോടെ, അല്ലേ? ചിലതൊക്കെ ഒരു കുട്ടിക്കളി മാതിരിയൊക്കെ വിചാരിച്ച് നമ്മൾ തള്ളിക്കളയണം. അപ്പൊ എന്താണെന്നുണ്ടായ അവര് വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, അതെ ഇങ്ങനെ അവര് ഇന്ന് അവര് അമ്പലത്തിൽ പോയി, അതാ ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോയി അവരിങ്ങോട്ട് വന്നു. വൈകുന്നേരം ആകുമ്പോഴേക്ക് എൻ്റെ മകന് വയ്യാണ്ടായി. അവരെന്തോ ചെയ്യുന്നു. എനിക്കിത് കേൾക്കുമ്പോൾ എന്താപ്പം നമ്മൾ പറയാ? അപ്പൊ പറയേ, അമ്പലത്തിൽ പോയിട്ടൊക്കെ എന്ത് ചെയ്യാനാ, അതൊക്കെ തോന്നലാണ്. തോന്നലൊന്നല്ല, അതൊക്കെ ഉള്ളതാണ് പറഞ്ഞിട്ട് അവര് 100 ഉദാഹരണങ്ങൾ പറയും, പണ്ടത്തെ ഏതൊക്കെയോ കാര്യങ്ങളൊക്കെ. അവര് പോയി കഴിയുമ്പോൾ പിറ്റേ ദിവസം ഇവര് വരും, അവരും ഇതേപോലെ പറയും, അവര് ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയോ ചെയ്തു എന്ന് തോന്നുന്നു. അവിടെ എന്തോ ഒരു സാധനം കിടക്കുന്നുണ്ടായിരുന്നു, അത് അവര് കൊണ്ടുവന്നു. ഇത് കേട്ട് എനിക്കെന്റെ എന്തോ ഒരു ഇത് തോന്നാൻ തുടങ്ങി. കാരണം ഇത് സത്യമാണോ അല്ലേ, അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ അവരെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഇപ്പൊ അവര് കേൾക്കുണ്ടാവും കേട്ടോ, കേൾക്കുമ്പോൾ പറയും, ഇവിടെ ഇത് വീഡിയോയിലൊക്കെ പറഞ്ഞെന്ന് പറയും, അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെ അത് പേടിക്കണ്ട, അവരെ പോലെ ഒരാളല്ല അനേകമായ ആൾക്കാരുള്ളത് കൊണ്ട് പറഞ്ഞ ഇതൊരു അന്ധവിശ്വാസമാണ്. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരിപാവനമായ പ്രപഞ്ച ശക്തിയാണ്. നമ്മളെ പ്രാർത്ഥന എന്നുള്ളത് അത്രയും പവിത്രമുള്ളതാണ്. അത് മറ്റൊരാൾ നശിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ എന്താ കൊട്ടേഷൻ എടുത്ത് അവിടെ ഇരിക്കുക, അവരെ നശിപ്പിക്കാൻ?
അല്ലല്ലോ. എന്താ ഡയലോഗ് ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചമ്മ? അല്ലല്ലോ. അപ്പൊ ഭഗവാൻ നന്മയും തിന്മയും, നീ എന്താണ് ഞാൻ എന്താണ് മറ്റൊരാൾ എന്താണെന്നൊക്കെ ഭഗവാൻ അറിയാം. അപ്പൊ ഭഗവാൻ അറിയില്ലേ നമ്മൾ ചെയ്യണതെല്ലാം? ആരുടെ കണ്ണു വേണമെങ്കിലും വെട്ടിച്ച് നമുക്ക് അവർ കണ്ടില്ല ഇവർ കണ്ടില്ല ഞാൻ ചെയ്തതെന്ന് വിചാരിക്കാം. പക്ഷെ ഭഗവാന്റെ കണ്ണ് മൂടിക്കെട്ടാൻ പറ്റില്ല. അപ്പോൾ ഇവർ പോയി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർ നശിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ വിചാരിക്കുന്നുണ്ടാവും, ചിരിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സൃഷ്ടി ഇതെന്താണ് കാണിക്കുന്നത് എന്ന്. ഞാൻ ആരെയാണ് സൃഷ്ടിച്ചു വിട്ടത്? ഞാൻ അതുപോലെ തന്നെ ഏറ്റവും രസമുള്ള ഒരു കാര്യം നമുക്കറിയോ, സൃഷ്ടിച്ച ഭഗവാനോട് തന്നെ നമ്മുടെ എല്ലാവരും സൃഷ്ടിച്ച ഒരു ഭഗവാനാണല്ലോ. അപ്പം ആ ഭഗവാനോട് തന്നെ പരസ്പരം അവർ സൃഷ്ടിച്ച ആൾക്കാരെല്ലാം മാറി മാറി പോയിട്ട് ഇന്ന ആൾക്ക് മോശം വരുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ ആരാണ്? അതെ. അപ്പോൾ അതൊക്കെ തെറ്റിദ്ധാരണ, അന്ധവിശ്വാസം, ശങ്ക. പിന്നെ മനസ്സിലെ ശങ്ക എന്നുള്ളത് ഒരു വിഷം മാതിരിയാണ്. അത് ശങ്ക മനസ്സിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അതും ഒരു വിഷമായി മാറും. അപ്പോൾ എന്താ അറിയോ, നമ്മൾ നിർമ്മലമായ മനസ്സോടെ മറ്റുള്ളവരെ സ്നേഹിക്കുക, അവരുടെ സ്നേഹം നമുക്ക് അതേപോലെ തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ തിന്മകൾ ഒന്നും ആഗ്രഹിക്കാണ്ട് ഭഗവാനെ എല്ലാവരെയും കാത്തു രക്ഷിക്കുക എന്ന് പറയില്ലേ, ആ പ്രാർത്ഥനയ്ക്കാണ് ശക്തി. അപ്പോൾ എന്താ പറയുക, മറ്റുള്ളവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അത് കാണും. അപ്പോൾ ഭഗവാൻ മറ്റുള്ളവർക്കും നന്മ വരുത്തും, കൂടെ പ്രാർത്ഥിക്കുന്ന നമ്മൾക്കും അതേപോലെ നന്മ വരുത്തും. അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥന വേണ്ടത്. അല്ലാതെ അവൻ നശിക്കട്ടെ ഇവിടെ നശിക്കട്ടെ അവർക്ക് അതൊക്കെ വെറുതെയാണ്. അതൊന്നും ജീവിതത്തിൽ നടക്കുള്ളതല്ല. പക്ഷെ മറ്റുള്ളവരുടെ ഒരു ശങ്ക, മനസ്സിലെ ഒരു അന്ധവിശ്വാസം, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. കാരണം പ്രാർത്ഥന എന്നുള്ളത് അത്രയും പവിത്രതയുള്ളതാണ്. ഭഗവാൻ അത്രയും അറിയുന്ന പ്രപഞ്ചശക്തിക്ക് നമ്മളെല്ലാവരും അറിയാം. ഈ സകല ചരാചരങ്ങളെ മനസ്സിലാക്കുന്നവനാണ് ഭഗവാൻ, അല്ലേ? പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഒരു ദുഷിച്ച മനസ്സാക്കി മാറ്റാനുള്ള ഒരു മാർഗമാണ് മറ്റുള്ളവർ നശിക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലൊരു രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊണ്ട് മാറ്റാം. നമ്മുടെ മനസ്സിലൊരു ചിന്ത, ഒരു എന്താ പറയുക, ഈ ദുശ്ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ആ ചിന്ത മാറ്റുമ്പോൾ സമ്പൂർണ്ണമായൊരു എന്താ പറയുക, ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാവും, ഒരു മുഖം ഉണ്ടാവും നമുക്ക്. ഇപ്പോൾ പണ്ട് കാലത്തൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? മനസ്സാണ് മുഖം, എന്താണ്, മനസ്സ് നന്നായ മുഖം നന്നായി എന്നല്ലേ? അങ്ങനെ ഞാൻ തെറ്റിപ്പോയി. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാവണമെങ്കിൽ കണ്ണാടി പോലെ ആവണം നമ്മുടെ മനസ്സ്, അല്ലേ? എല്ലാ ബിംബങ്ങളും ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ എല്ലാ സൗന്ദര്യം നിറഞ്ഞതായിരിക്കണം നമ്മുടെ മനസ്സ്, അല്ലേ? അതിൽ നമ്മൾ ഈ പറയുന്ന അതും ഇതും ഒന്നും കയറ്റി വയ്ക്കാനുള്ളതല്ല. കാരണം ചെറിയൊരു ഹൃദയമാണ്. ഡോക്ടർമാരോട് ചോദിച്ചാൽ പറഞ്ഞുതരും എത്ര ചെറിയ ഹൃദയമാണ്, അല്ലേ? അത്രയും ചെറിയ നമ്മുടെ കൈയില്ലേ, ഉള്ളം കൈയിൻ്റെ വലുപ്പമുള്ള ഹൃദയത്തിന് അതിലെന്തൊക്കെയാണ് കയറ്റി വയ്ക്കുക? നല്ല ചിന്തകൾ കയറ്റി വയ്ക്കുക, നല്ല എന്താ പറയുക, നല്ല ചിന്തനകൾ ഉണ്ടാവുക. അതൊക്കെയല്ലേ ഒരു മനുഷ്യന് വേണ്ടത്. അപ്പോഴല്ലേ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു ആരോഗ്യം ഉണ്ടാവുള്ളൂ. ശരിക്കും അസുഖത്തിൻ്റെ മാർഗം തുടങ്ങുന്നത് എവിടുന്നാണെന്നറിയോ? എവിടുന്നാണ്? നമ്മുടെ ഉള്ളിലെ ചിന്തകൾ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ മാത്രം ചിന്തിച്ച് പോകില്ല. മറ്റുള്ളവരുടെ ജീവിതം നന്നായ അതിൽ നമുക്ക് ചെറിയൊരു വിഷമം. നമ്മുടെ ജീവിതം നശിച്ചു പോകണമെന്ന് നമ്മൾ അറിയുന്നില്ല. മറ്റുള്ളവരുടെ ജീവിതം നന്നാവുമ്പോൾ എന്തോ ഒരു അസൂയ ഉള്ളിൽ വരില്ലേ? ആ അസൂയ ഒരു അസുഖമാണ്. ആ അസുഖത്തെയാണ് നമ്മൾ മാറ്റേണ്ടത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഏതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അത് നുള്ളിക്കളയുക തന്നെ വേണം. കാരണം എന്താ പറയുക, പ്രാർത്ഥന പരിശുദ്ധമാവണമെങ്കിൽ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധമാണ്. ആ പ്രാർത്ഥന പരിപൂർണമായി പരിശുദ്ധമാവണമെങ്കിൽ അതിൽ ശുദ്ധി ഉണ്ടാവണം, അല്ലേ? ശുദ്ധി ഇല്ലാണ്ട് ആ പ്രാർത്ഥന അശുദ്ധമാക്കണം നമ്മുടെ ചിന്തകളാണ്. നമ്മൾ പോയിട്ട് സർവ്വശക്തനായ ദൈവത്തിനോട് പോയി പറയുകയാണ്, ഇന്ന ആൾ എൻ്റെ ശത്രുവാണ്, ഇയാൾ എങ്ങനെ നശിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ശത്രു സംഹാര പൂജ എന്ന് പറയുന്നതോടുകൂടി എതിർപ്പാണ് എനിക്ക്. കാരണം എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒരു ദൈവത്തിന് അങ്ങനെ ഒരു വഴിപാട് എന്താ പറയുക, ഇപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അനിയൻ നശിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ അത് സ്വീകരിക്കുമോ? എൻ്റെ അനിയൻ വന്നിട്ട് ഏട്ടൻ നശിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ അത് സ്വീകരിക്കുമോ? അപ്പോൾ ഒരു പെറ്റമ്മ എങ്ങനെ സ്വീകരിക്കില്ലയോ അതേപോലെ നമ്മൾ സൃഷ്ടിച്ച ഭഗവാനും നമ്മുടെ വേണ്ടാത്തതൊന്നും സ്വീകരിക്കില്ല. അതിൻ്റെ പകരം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തി പോലും അറിയാതെ നമ്മൾ പറയുകയാണ്, ആ വ്യക്തി ഒരിക്കലും അറിയാൻ പാടില്ല അയാൾക്ക് വേണ്ടി നമ്മൾ നല്ലത് ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുക, ഇന്ന വ്യക്തികൾ നന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഈശ്വരൻ കേൾക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന അത് തന്നെയായിരിക്കും. പിന്നെ എന്താ അറിയോ, നമ്മൾ സ്നേഹിക്കില്ലേ, നമ്മൾ സ്നേഹം ഒരാൾക്ക് നിർമ്മല ചിത്തത്തോടെ നമ്മൾ ഒരാൾക്ക് സ്നേഹം കൊടുക്കുക, അതേപോലെ തിരിച്ചൊരു സ്നേഹം കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷമല്ലേ, അത് ഈ ശത്രുതയിൽ കിട്ടുമോ? നമ്മൾ ഒരാളെ ഭയങ്കര ശത്രുതയിൽ കാണുക, അപ്പോൾ അവർക്കും നമ്മളോട് ശത്രുത വരും. ആ രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മനസ്സിലൊരു അശാന്തിയാണ്. നമുക്കൊരു സ്വൈരം ഉണ്ടാവില്ല, ഉറങ്ങാൻ പോലും നമുക്ക് പറ്റില്ല. അതുപോലെ അവർക്കും. അപ്പോൾ അതേ സ്നേഹത്തോടെ ആണെങ്കിൽ ഒരു മധുരം കഴിക്കുന്ന ഒരു പ്രതീതിയായിരിക്കും, അല്ലേ? മറ്റൊരു കയ്പ്പ് നമ്മൾ എന്തായാലും ബുദ്ധിമുട്ടിയിട്ടല്ല ഇറക്കുക.
മധുരമാണെങ്കിൽ നമ്മൾ നുണഞ്ഞ് നല്ല സ്വാദോടെയല്ലേ കഴിക്കുക. അപ്പോൾ അതുപോലെയാണ് നമ്മളെല്ലാവരും സ്നേഹിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് പോകും. ഞാൻ പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട്, ഒരു ഉമ്മയുടെ കഥ, ഓർമ്മയുണ്ടോ? എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. ഒരു ഉമ്മ, അവരെനിക്ക് എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ ആയിരുന്നു. ഇപ്പോഴും ഞാൻ അവരെ കാണാൻ പോകാറുണ്ട് ഇടയ്ക്ക്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്തൊരു സ്നേഹമായിരുന്നു അവർക്ക്. അതുപോലെ ഇപ്പോൾ ഞാനൊരു പുതിയ സ്ഥലത്ത് വന്നു. എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം. കാരണം എന്താ അറിയോ, എൻ്റെ കൂടപ്പുറപ്പുകളാവട്ടെ ബന്ധുക്കളാവട്ടെ ഒക്കെ ദൂരെയാണ്. അവർക്കൊന്നും എപ്പോഴും ഒന്ന് എന്നെ കാണാനോ എനിക്ക് അവരെ പോയി കാണാനോ ഒന്നും പറ്റില്ല. അപ്പം നമ്മുടെ അടുത്തുള്ളവർ നമ്മളെ ഒരുപാട് സ്നേഹത്തോടെ കാണണം എന്നൊരു മനസ്സ് നമുക്കുണ്ടാകും. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിന് ഒരുപാട് ഒരു സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് 2 ചേച്ചിമാരെ കിട്ടി. എന്താ പറഞ്ഞാൽ, എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ അവരോട് എനിക്ക് എന്തോ ഒരു ആത്മബന്ധം തോന്നി. അതുപോലെ മനസ്സ് നിറഞ്ഞ ഒരു സ്നേഹം എനിക്ക് അവരോട് തോന്നി. അതുപോലെ അവർ സ്നേഹിക്കുന്നതും എനിക്ക് അതുപോലെയാണെന്നാണ് എൻ്റെ മനസ്സിലേക്ക് തോന്നിയിട്ടുള്ളത്. അത്രത്തോളം ഒരു നല്ലൊരു തുറന്ന മനസ്സോടെ സ്നേഹിക്കുന്ന 2 ചേച്ചിമാർ എനിക്ക് കിട്ടി. അതെനിക്ക് ഒരുപാട് സന്തോഷം. എന്താ പറയുക, ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടി. ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് പറയാം. ആ 2 ചേച്ചി എനിക്ക് എൻ്റെ സ്വന്തം, എനിക്ക് ചേച്ചിയില്ല, ഞാനാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും വലുത്. അപ്പോൾ എന്നും ഞാൻ എൻ്റെ വീഡിയോയിലുണ്ട് ഒരു എന്താണ് മറിയം ജോർജ് എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയെ ഞാൻ എന്നും ചേച്ചിക്കുട്ടി, അവരെന്നെ അനിയത്തിക്കുട്ടി എന്ന് ഒരുപാട് സ്നേഹമാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവരെന്നെ അനിയത്തിക്കുട്ടി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്നേഹമാണ്. അപ്പോൾ അത് വീഡിയോയിലാണ്, ഞാൻ അവരെ കണ്ടിട്ടില്ല. പക്ഷേ അവരുടെ ആ സ്നേഹം ഞാൻ ഉൾക്കൊണ്ട് എപ്പോഴും ഞാൻ അവരെ എൻ്റെ ചേച്ചിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ വിളിക്കും. അപ്പോൾ ഇപ്പോൾ ശരിക്കും എനിക്ക് കാണാൻ പറ്റിയ, എനിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റിയ 2 ചേച്ചിമാരെ കിട്ടി. ഞാൻ അവരുടെ പേര് പറയാം. ഒരാൾ കുസുമം വേണുഗോപാൽ എന്നാണ്, പിന്നെ ഒരാൾ ജയശ്രീ എന്നാണ്. അങ്ങനെ 2 ചേച്ചിമാരെ എനിക്ക് കിട്ടി. അവരുടെ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, എൻ്റെ സ്വന്തം കൂടപ്പറപ്പുകളോട് സംസാരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക്. അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു സന്തോഷം. ഇവിടെ വന്നിട്ട് എൻ്റെ മനസ്സിന് ആരൊക്കെയോ ഉണ്ട് എനിക്ക് ഇവിടെ എന്നുള്ളൊരു തോന്നൽ, ഒരു ധൈര്യം. എന്താ പറയുക, എത്ര കൂടപ്പറപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് അകലെയാണ്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നൽ വരും, അയ്യോ എനിക്ക് എൻ്റെ കൂടപ്പുറപ്പുകൾ ആരും ഇവിടെ ഇല്ലല്ലോ, അങ്ങനെ ഒരു തോന്നൽ വരും. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും ഒരുപാട് നാളത്തെ ഒരു ആത്മബന്ധം എനിക്ക് അവരോട് തോന്നിയിട്ടുണ്ട്. അവരുടെ സ്നേഹം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്നേഹം, അതാണ് പറയുന്നത്, മനസ്സ് തുറന്ന് നമുക്ക് ഏതെങ്കിലും ജന്മറ്റ ബന്ധങ്ങളായിരിക്കാം നമ്മുടെ മനസ്സിൽ അങ്ങനെ വരും. കാരണം പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആരോടും അടുത്തില്ല. പക്ഷെ ചിലരെ കാണുമ്പോൾ നമുക്കൊരു ആത്മബന്ധം തോന്നും. ആ ആത്മബന്ധമാണ് എനിക്കിവിടെ. അതുപോലെ ഈ പുതിയ സ്ഥലത്ത് ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. ഇനി നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് എൻ്റെ അസുഖങ്ങളൊക്കെ മാറി ഞാൻ ഇങ്ങനെ ഉണ്ടല്ലോ, ഇനി ഇവിടുത്തെ ഈ ചേച്ചിമാരുടെ സ്നേഹബന്ധം എല്ലാം കൊണ്ട് ഞാൻ ഒന്നും കൂടി നന്നാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്നേഹം അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ. നമുക്ക് പണം സമ്പാദിക്കാം, അത് ഇന്ന് വരും നാളെ പോകും. പക്ഷേ സ്നേഹം എന്ന് പറയുന്നതില്ലേ, അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടുത്തരുത്. നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക, നിർമ്മല ചിത്തത്തോടെ സ്നേഹിച്ച് കഴിയുമ്പോൾ നമുക്ക് അതേപോലുള്ള സ്നേഹം ഭഗവാൻ എവിടുന്നെങ്കിലും നമുക്ക് നൽകും. അപ്പോൾ അതുപോലെയാണ് എല്ലാവരെയും സ്നേഹിക്കുക. ശത്രുതാ മനോഭാവം ഒട്ടും ഇല്ലാതെ എല്ലാവരും മനസ്സ് തുറന്ന് സ്നേഹിക്കണം. അല്ലാതെ ചിലർ നടിച്ച് സ്നേഹിക്കില്ലേ, മനസ്സിലൊരു എന്താ പറയുക, അതൊരു അഭിനയം മാതിരി ഒരുപാട്, അങ്ങനെയല്ല. ഞാൻ പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി സ്നേഹിക്കണം ഒരാളെ. അപ്പോൾ ദൈവം നമുക്ക് അതേ സ്നേഹം തിരിച്ചു തരും, ഇവിടെ നിന്നും നമുക്ക് തീർച്ചയായിട്ടും അല്ലേ. അങ്ങനെ ഒരു ഇപ്പോൾ എൻ്റെ യൂട്യൂബ് കുടുംബത്തിലും എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ എനിക്ക് അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ കിട്ടുന്നുണ്ട്. കാരണം എന്താ പറയുക, ഞാൻ മനസ്സറിഞ്ഞാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം ഒരു ദിവസം ദൈവം ഒരു കൂട്ടം ജനങ്ങളായി നമുക്ക് മനസ്സറിഞ്ഞ് നിങ്ങളുടെ അഭിനയമല്ല, അവിടെ വെയിൽ കൂടുതൽ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു നോക്കൂ, ഉറപ്പായും ഭഗവാൻ നിങ്ങൾക്ക് ആ സ്നേഹം എവിടുന്നെങ്കിലും തിരിച്ചു തരും. അതേ നിർമ്മല ചിത്തത്തോടെ നമ്മളെ സ്നേഹിക്കാനും ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ശത്രുതാ മനോഭാവം ഒന്നും ഇല്ലാതെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ അത് മനസ്സറിഞ്ഞ് ഉള്ളറിഞ്ഞ് സ്നേഹിക്കുക അല്ലേ. അതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. കുറച്ച് വെയിലൊക്കെ വന്നു, അപ്പം നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ സ്നേഹം മാത്രം നൽകിക്കൊണ്ട് സ്നേഹം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അതെ, എൻ്റെ ഈ യൂട്യൂബ് കുടുംബാംഗങ്ങൾ എല്ലാവരും നല്ല മനസ്സോടെ സ്നേഹിക്കണം കേട്ടോ. എല്ലാവരോടും നല്ല രീതിയിൽ സ്നേഹിച്ച് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.